ലോകത്തെ തന്നെ അതിശയിപ്പിച്ച ബുദ്ധിമാനും പ്രതിഭാശാലിയുമായിരുന്ന ഐൻസ്റ്റീനിൻ്റെ ഭൗതിക ശരീരം 1955 ഏപ്രിൽ 18 ദഹിപ്പിക്കുമ്പോൾ തലയ്ക്കകത്ത് തലച്ചോറില്ലായിരുന്നു. കാരണം തലച്ചോർ മോഷണം പോയിരിക്കുകയായിരുന്നു. ഐൻസ്റ്റീൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതനുസരിച്ച് ചടങ്ങുകളൊന്നുമില്ലാതെ മൃതദേഹം ദഹിപ്പിച്ച് ചാരം പുഴയിൽ ഒഴുക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് തലച്ചോർ എടുത്തുമാറ്റിയ വിവരം പുറത്തറിയുന്നത്. അതോടെ പ്രശ്നമായി. തോമസ് ഹാർവേ എന്ന ഡോക്ടറാണ് ഐൻസ്റ്റീനിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഇദ്ദേഹം പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഐൻസ്റ്റീനിൻ്റെ തലച്ചോറെടുത്ത് 2 ജാറുകളിലായി മാറ്റിവെച്ചു. മഹാപ്രതിഭയായ ഐൻസ്റ്റീനിൻ്റെ തലച്ചോറും സാധാരണ മനുഷ്യൻ്റെ തലച്ചോറും തമ്മിൽ വ്യത്യാസമുണ്ടാകുമോ എന്ന ഗവേഷണത്തിനു വേണ്ടിയാണ് ഈ തലച്ചോർ മോഷണം നടത്തിയത്. പിന്നീട് ഐൻസ്റ്റീനിൻ്റെ മകനിൽ നിന്നും ഗവേഷണത്തിലുള്ള സമ്മതം ഹാർവേ കരസ്ഥമാക്കി. ഐൻസ്റ്റീനിൻ്റെ തലച്ചോറിൽ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക കെമിക്കൽ വ്യത്യാസം കൊണ്ടാണ് അദ്ദേഹം ഇത്ര ബുദ്ധിമാനായത് എന്ന് തെളിയിക്കാൻ വേണ്ടി ഹാർവേ പല ഗവേഷണ കേന്ദ്രങ്ങളിലും മാറി മാറി ജോലി ചെയ്തു. സാധാരണ മനുഷ്യൻ്റെ തലച്ചോറിന് 1200 ഗ്രാം മുതൽ 1600 ഗ്രാം വരെ തൂക്കമുണ്ടാകാം. ഐൻസ്റ്റീനിൻ്റെ തലച്ചോറിനും 1230 ഗ്രാം തൂക്കമേ ഉള്ളൂ. 1978 സ്റ്റീഫൻ ലെവിൻ എന്ന ജേർണലിസ്റ്റാണ് ഹാർവിയുടെ കയ്യിൽ നിന്നും ഇതൊക്കെ കണ്ടെടുക്കുകയും ഗവേഷണങ്ങൾക്കായി വിവിധ രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർക്ക് ഈ തലച്ചോർ കഷ്ണങ്ങൾ വീതിച്ചു നൽകാനും തീരുമാനിച്ചത്. 1984 ഐൻസ്റ്റീനിൻ്റെ തലച്ചോറിനെ പറ്റി ആദ്യമായി ഒരു പഠന റിപ്പോർട്ട് പുറത്തു വരുന്നത്. തലച്ചോറിലെ ഇൻഫീരിയർ പാരൈറ്റൽ ഭാഗങ്ങളിൽ ഗ്ലയൽ കോശങ്ങളെപ്പറ്റി മറ്റു 11 പേരുടെ തലച്ചോറുകളുമായി ഒരു താരതമ്യ പഠനം നടത്തി. അടുത്തിടെ ഐൻസ്റ്റീൻ്റെ തലച്ചോറിൻ്റെ 46 ചെറിയ ഭാഗങ്ങൾ ഫിലാഡൽഫിയയിലെ മാറ്റർ മ്യൂസിയം ഏറ്റെടുത്തു. 2013 മൈക്രോസ്കോപ്പ് സ്ലൈഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ നേർത്ത കഷ്ണങ്ങൾ മ്യൂസിയത്തിൻ്റെ സ്ഥിരം ഗാലറികളിൽ പ്രദർശിപ്പിച്ചിരുന്നു.